സന്തോഷ് സെൽവനെയും ഒപ്പം പിടികൂടിയ മണികണ്ഠനെയും രാത്രിയോടെ തന്നെ ആലപ്പുഴ പോലീസ് ട്രെയിനിംഗ് കോളേജിൽ എത്തിച്ചു. ഇവരെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് PS വിമലും ആലപ്പുഴയിൽ നിന്ന് റോയ് കൊട്ടാരശ്ശേരിയും ചേരുന്നു. ആദ്യം PS വിമലിലേക്ക്. വിമൽ, വളരെ സാഹസികമായൊരു ദൌത്യമാണ് പോലീസ് ഇന്നലെ നടത്തിയത്. സിനിമാ രംഗങ്ങളെയൊക്കെ വെല്ലുന്ന തരത്തിലായിരുന്നു ഈ പ്രതിയെ പിടികൂടിയത്. എത്രത്തോളം ശ്രമകരമായ ദൌത്യമായിരുന്നു പോലീസിന് മുന്നിലുള്ളത്? നീതു, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കുണ്ടന്നൂർ പാലത്തിന് മുകളിലാണ്. ഈ കുണ്ടന്നൂർ പാലത്തിന് താഴെയുള്ള ഈ ചതുപ്പ് പ്രദേശത്ത്, കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്താണ് ഇന്നലെ കുറുവ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടിയത്. ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. വെളിച്ചം അല്പം കുറവുണ്ടെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഈ പാലത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ വലിയൊരു കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം എന്ന് മാത്രമാണ് തോന്നുക. അതിന് താഴെ ചെറിയ ഷെഡുകൾ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. ചില ഷെഡുകളിൽ താമസവുമില്ല. ഇത്തരത്തിൽ താമസമില്ലാത്ത ഒരു ഷെഡിനുള്ളിൽ കുഴി കുഴിച്ചാണ് ഈ തമിഴ് ചെലവും ഒപ്പം മണികണ്ഠനും ഒളിച്ചിരുന്നിരുന്നത്. എന്നാൽ ഇവരെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. ഇവരെ പിടികൂടുന്ന സമയത്ത് പോലും പോലീസിനെ ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ അതിൽ നിന്നെല്ലാം ആ ആക്രമണത്തെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അതിനുശേഷമാണ് സിനിമകളിൽ, നേരത്തെ നീതു സൂചിപ്പിച്ചതുപോലെ സിനിമകളിൽ ഒക്കെ കാണുന്ന രീതിയിൽ ഒരു സംഘം വന്ന് പോലീസിനെ ആക്രമിക്കുകയാണ്. ആ സംഘത്തിൽ സ്ത്രീകളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സംഘം പോലീസിനെ ആക്രമിക്കുമ്പോൾ ഒരു പരിധിവരെ പോലീസ് നിസ്സഹായരാകുന്നു. കാരണം അവരുടെ കയ്യിൽ പോലീസിനൊപ്പം വനിതാ പോലീസില്ല. ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ സ്ത്രീകളടക്കമുള്ളവരെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് സന്തോഷ് ഓടി രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തിന് അപ്പുറത്ത് ഒരു മതിൽ കാണാൻ സാധിക്കും. കായലിനോട് ചേർന്നുള്ള ഒരു മതിലാണ്. അതിന് സമീപത്തു കൂടിയാണ് അയാൾ ഓടി രക്ഷപ്പെട്ടത്. എന്നാൽ ഈ സ്ഥലം വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. ഈ കായലിന്റെ വശങ്ങളിലൊക്കെ ചതുപ്പാണ്. നമുക്കറിയാം, കുറച്ചു കാലം മുൻപ് ഒരു പെൺകുട്ടി ചതുപ്പിൽ വീണ് പോയത് ഇതുപോലൊരു കായലിന് അരികത്താണ് മരിച്ചുപോയത്. അത് ഏതാണ്ട് സമാനമായ അവസ്ഥയുള്ളൊരു കായലാണ്. അതുകൊണ്ട് തന്നെ വളരെ അപകടം പിടിച്ചൊരു സ്ഥലത്തു കൂടിയാണ് കൈവിലങ്ങുമായി വസ്ത്രങ്ങളില്ലാതെ ഈ സന്തോഷ് ഓടി രക്ഷപ്പെട്ടത്. പക്ഷേ പോലീസിന് അറിയാമായിരുന്നു ഇയാൾ അധിക ദൂരത്തേക്ക് പോകാൻ സാധ്യതയില്ല. അതിന്റെ കാരണം അയാൾക്ക് വസ്ത്രങ്ങളില്ലായിരുന്നു, കയ്യിൽ കൈവിലങ്ങുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അധിക ദൂരത്തേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഇയാൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. രാത്രിയാണ്, ഈ പൊന്തക്കാടാണ്, ഈ ഇഴജന്തുക്കളൊക്കെയുള്ള സ്ഥലമാണ്. ഒപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായലിലെ അപകടം നിറഞ്ഞ ചതുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണം, ഏതാണ്ട് 100-ലധികം പോലീസുകാർ ശക്തമായൊരു അന്വേഷണം നടത്തിയാണ് ഇയാളെ പിടികൂടുന്നത്. ഒപ്പം തന്നെ ഇയാൾ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായി അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റും ഈ കായലിൽ തിരച്ചിൽ നടത്തി. ഇത്തരത്തിൽ വലിയൊരു തിരച്ചിലിനൊടുവിലാണ്, 5 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇയാളെ സന്തോഷിനെ പിടികൂടുന്നത്. ഇയാൾ ഒരു ചതുപ്പിന് സമീപത്തുള്ള കലിങ്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 5 മണിക്കൂർ സിനിമയെ വെല്ലുന്ന ഒരു നാടകീയ രംഗങ്ങൾ അടങ്ങിയ ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ ഏറെ ആശ്വാസമുള്ള കാര്യം ഇയാളെ പിടികൂടി എന്നുള്ളതാണ്. നമുക്കറിയാം, വളരെ അപകടം പിടിച്ച ഒരു മോഷണ സംഘമാണ് കുറുവ സംഘം എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ മോഷണം നടത്തി. ഇപ്പോൾ എറണാകുളം പറവൂരിൽ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇതും കുറുവ സംഘമാണെന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും ഇവരെ പിടികൂടിയില്ലെങ്കിൽ ഇതുണ്ടാക്കാവുന്ന ഒരു ഭീതി, ആ ഭീതി വളരെ വലുതാണ്. ഇതിനപ്പുറത്തേക്ക് ഇനിയും അന്വേഷണം പോലീസ് തുടരേണ്ടതുണ്ട്. കാരണം 2 പേരെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിലൊരു നടപടിയിലേക്കൊക്കെ പോലീസിന് കടക്കാൻ സാധിക്കൂ. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാട് പിടിച്ചു കിടക്കുന്ന, പൊന്ത പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലത്തിനുള്ളിൽ നിന്നാണ് വളരെ സാഹസികമായി സന്തോഷിനെ പോലീസ് ആദ്യം പിടികൂടിയതും പിന്നീട് രക്ഷപ്പെട്ടതിന് ശേഷം രണ്ടാമത് പിടികൂടിയതും. നീതു, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് റോയ് കൊട്ടാരശ്ശേരി കൂടി ചേരുന്നു. റോയ്, ആലപ്പുഴ പോലീസിന്റെ ആ ഒരു ശ്രമകരമായ ദൌത്യമാണ് ഇന്നലെ 2 ജില്ലകളെ ഭീതിയിലാഴ്ത്തിയ ആ ഒരു കുറുവ സംഘത്തിലെ 2 പ്രധാനികൾ പിടിയിലായത്. ഇന്നിപ്പോൾ പോലീസിന്റെ തുടർ നീക്കങ്ങൾ, നടപടികൾ എങ്ങനെയായിരിക്കും? ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? നീതു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന് അല്പം ആശ്വാസമുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ 1.5 ആഴ്ചക്കിടയിൽ ഏകദേശം 6ഓളം മോഷണങ്ങൾ തുടർച്ചയായിട്ട് നടന്നു. ഏകദേശം 2ഓളം മോഷണ ശ്രമങ്ങളും ഉണ്ടായി. പോലീസിന് വലിയ ആശ്വാസം ലഭിക്കുന്ന, അല്ലെങ്കിൽ ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ കുറുവ സംഘത്തിൽപ്പെട്ട ആളുകളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതും അതിൽ 2 പേരെ പിടികൂടാൻ ആയി എന്നുള്ളതും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിനോട് ചേർന്നുള്ള ഒരു പോലീസ് ട്രെയിനിങ് അക്കാദമിയുടെ സ്ഥലമാണിത്.
ട്രെയിനിങ് സെന്ററാണിത്. ഇവിടെയാണ് ഇന്നലെ രാത്രിയിൽ കുണ്ടന്നൂരിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും പിടിയിലായ സന്തോഷ് സെൽവത്തെ കൊണ്ടുവന്ന് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിയത് ഇവിടെയാണ്. ഇവിടെ എത്തിച്ച് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രന്റെയും അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ആലപ്പുഴ DYSP MR മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഇവിടേക്കാണ് ഈ സന്തോഷ് സെൽവത്തെ രാത്രിയിൽ നമ്മളെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് പ്രാഥമികമായി ചോദ്യം ചെയ്യലൊക്കെ നടത്തിയത്. പക്ഷേ സന്തോഷ് സെൽവത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അത് പോലീസ് എവിടേക്കാണ് എന്ന് വെളിപ്പെടുത്തുന്നില്ല. എന്താണ് സുരക്ഷിതമായ സ്ഥലം, കാരണം ഇവിടെ ഒരു ട്രെയിനിങ് സെന്റർ ആയതുകൊണ്ട് അവിടെ ലോക്കവിൽ പാർപ്പിക്കാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യലിന് മറ്റ് ക്രമീകരണങ്ങൾക്കൊക്കെയുള്ള സംവിധാനമുണ്ട്. അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സന്തോഷ് സെൽവത്തെ കൊണ്ടുപോയിട്ടുണ്ട്. മണികണ്ഠനെയും മറ്റൊരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, മറ്റാരൊക്കെയാണ്, എത്ര പേരാണ് കേരളത്തിലേക്ക് ഈ കുറുവാ സംഘത്തിന്റെ പേരിൽ എത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇന്ന് 10 മണിക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ, അതായത് പോലീസ് അന്വേഷണത്തിന് വിവരങ്ങളല്ല, അല്ലാതെ ഈ സംഘവുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിച്ച വിവരങ്ങൾ, അതായത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ പോലീസ് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണെങ്കിലും ആലപ്പുഴയിൽ കഴിഞ്ഞ കുറേ നാളുകളായി, ഏകദേശം ഒരു 1-2 ആഴ്ചയായി ആലപ്പുഴക്കാർ ഭീതിയിലായിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ നഗരത്തിന്റെ 2 ഭാഗങ്ങളിൽ, പുന്നപ്രയിലും അതോടൊപ്പം തന്നെ തൂക്കുകുളത്തും ഒപ്പം തന്നെ ഈ മണ്ണഞ്ചേരി, കോമളപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഈ ചേർത്തല പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഈ കുറുവാ സംഘം എന്ന് പറയുന്ന ആ സംഘത്തിൽപ്പെട്ട മോഷ്ടാക്കളുടെ, കവർച്ചക്കാരുടെ ഒരു സംഘം എത്തുകയും വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരിൽ ഒരു കണ്ണിയെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സംഘത്തിൽപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ, ആ സംഘത്തിൽപ്പെട്ട മറ്റാളുകളുടെ വിവരങ്ങളാണ് പ്രധാനമായിട്ടും പോലീസിന് തേടേണ്ടിയുള്ളത്. ഏകദേശം 74ഓളം പേരുള്ള ഒരു സംഘം കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് ആദ്യഘട്ടങ്ങളിൽ അത് അത്ര പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോലീസ് വളരെ കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതനുസരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. തമിഴ്നാട് പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംഘം എവിടൊക്കെയാണോ എന്ന് തമ്പടിക്കാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ പോലീസിന് ശ്രദ്ധ ശബരിമല സീസൺ പോലുള്ള സ്ഥലങ്ങളിലേക്ക്, ശബരിമലയിലേക്കൊക്കെ നീങ്ങുമ്പോൾ ആ സാഹചര്യം മുതലെടുത്ത് സംഘം എത്താറുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് നീക്കങ്ങൾ നടത്തിയത്. എന്താണെങ്കിലും ഇപ്പോൾ പോലീസിന് വളരെ കൃത്യമായി തന്നെ ഒരാളെ, ഒരു കണ്ണിയെ കിട്ടിയിരിക്കുന്നു. എത്ര പേര് ഇനി ഇതിനകത്ത് ഈ സംഘത്തിലുണ്ട്, ആരൊക്കെയാണ് ആലപ്പുഴയിലേക്ക് എത്തിയത് അതിസാഹസികമായ ദൗത്യത്തിനൊടുവിലാണ് ആലപ്പുഴ പോലീസ് ഈ കുറുവാ സംഘ മോഷ്ടാക്കളെ പിടികൂടിയത്.